ചാനൽ മാഗ്നറ്റിക്സ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റേറ്റ് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആ ചാപ്റ്ററിൽ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ കറണ്ട് എന്താണ്, അതിൻ്റെ ഇൻട്രൊഡക്ഷനും ഇലക്ട്രിക് കറണ്ടിൻ്റെ കുറച്ച് എഫക്ട്സ് ഒക്കെ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ കവർ ചെയ്ത് കാണുമല്ലോ. അപ്പോൾ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നറ്റിക് ഇഫക്ട്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി എങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ ആദ്യം പറയുന്നത് ചെറിയ ആക്ടിവിറ്റി അല്ല, നിങ്ങൾ ഫാനൊക്കെ ഇളക്കിയിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഫാന് മോട്ടർ അതൊക്കെ ഇളക്കി നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇളക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഒരുപാട് കോയിൽസ് ചുറ്റിയിട്ടുണ്ട്. ഫാനിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ലീഫല്ല, അതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു സീരീസ് ആയിട്ട് കോയിൽസ് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ വാട്ടറിൻ്റെ മോട്ടർ ഉണ്ടല്ലോ, പമ്പ് ചെയ്യുന്ന മോട്ടറിനകത്തും ഒരുപാട് കോയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കോയിൽസിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ഇത്രമാത്രം ഒരുപാട് കോയിൽസ് എന്താണ് അതിനകത്ത് ചുറ്റിയിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത്രമാത്രം കോയിൽസ് ആ ഇലക്ട്രിക് പമ്പിലായാലും എന്താണ് ഫാനിലായാലും ആ കോയിൽസ് ചുറ്റിയിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ റീസൺ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോദിക്കാം എന്തിനാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നത് എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിലൊക്കെ കടക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എന്തിനാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതെന്ന്. അപ്പോൾ മാഗ്നറ്റിക് ഇഫക്ട്സ് പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് മാഗ്നറ്റ്സ് എന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും മാഗ്നറ്റ്സ് അല്ലേ. പല ഷേപ്പിലാണ് മാഗ്നറ്റ്സ് വരുന്നത്. ഡിഫറെന്റ് ഷേപ്പിൽ ബാർ ഷേപ്പിൽ കാണാം, പിന്നെന്താ യു ഷേപ്പിൽ കാണാം മാഗ്നറ്റ്സ്. യൂഷ്വലി ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒക്കെ കാണാം മാഗ്നറ്റ്സ്. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ മാഗ്നറ്റ്സിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ മാഗ്നറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ അയൺ, നിക്കൽ പോലുള്ള വസ്തുക്കളെ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയാം. ഇതുപോലുള്ള വസ്തുക്കളെ, ഈ അയണും നിക്കലും യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കളെ മാഗ്നറ്റ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം പ്രോപ്പർട്ടീസ് കാണിക്കുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന വസ്തുക്കളെ നമ്മൾ മാഗ്നറ്റ്സ് എന്ന് പറയും. യൂഷ്വലി നമ്മൾ പ്രാക്ടിക്കൽസിൽ ലാബ്സിലൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്സ് പരമായ എക്സ്പെരിമെന്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് മാഗ്നറ്റ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് ബാർ മാഗ്നറ്റ്, രണ്ടെന്ന് പറയുന്നത് യു ഷേപ്ഡ് മാഗ്നറ്റ്. അതിന്റെ ഷേപ്പ് നിന്ന് മനസ്സിലാക്കുക എന്താണ്, ഒരു ബാറിന്റെ ഷേപ്പിലുള്ളതുകൊണ്ട് തന്നെ ബാർ മാഗ്നറ്റ് എന്നും യു ഷേപ്പ് ആയതുകൊണ്ട് എന്താണ് യു ഷേപ്ഡ് മാഗ്നറ്റ് എന്നും അല്ലെങ്കിൽ എന്ന് പറയും. ഓക്കെ, ഇനി മാഗ്നറ്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മാഗ്നറ്റ്സിന് രണ്ട് പോൾസ് കാണും. മാഗ്നറ്റിന് ഒന്നെന്ന് പറയുന്ന നോർത്ത് പോൾ, രണ്ടാമത്തേന്ന് പറഞ്ഞ സൗത്ത് പോൾ. ഒരു ബാർ മാഗ്നറ്റ് എടുക്കുവാണെങ്കിൽ രണ്ട് എൻഡ്സിലും രണ്ട് പോൾസ്, എല്ലാ മാഗ്നറ്റിനും രണ്ട് പോൾസ് കാണും, നോർത്ത് പോൾ സൗത്ത് പോൾ. ഓക്കെ, ഇനി നമ്മൾ എക്സ്പെരിമെന്റ്സിനൊക്കെ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്സിലെ സൗത്തും നോർത്തും പോൾ ചിലതില് ബ്ലൂ ആൻഡ് റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ മിക്കവാറും ഉള്ള മാഗ്നറ്റ്സിലെല്ലാം ഏതെങ്കിലും ഒരു സൈഡില് ഒരു വൈറ്റ് കളർ ഡോട്ട് കാണും. ഓക്കെ, അപ്പോൾ ആ ഡോട്ടുള്ള ഭാഗമാണ് നോർത്ത് പോളിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത്രയുമാണ് ബാർ മാഗ്നറ്റ്സിനെ കുറിച്ച് ജനറലി പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മാഗ്നറ്റ്സിന് രണ്ട് പോൾസ് ഉണ്ട്, ഒന്ന് നോർത്ത് പോളും സൗത്ത് പോളും. ഓക്കെ, ഇപ്പൊ ഞാൻ രണ്ട് ബാർ മാഗ്നറ്റ്സ് എടുക്കുവാണ്. രണ്ട് ബാർ മാഗ്നറ്റ്സ് ഞാൻ എങ്ങനെ പ്ലേസ് ചെയ്യാന്ന് വെച്ചാല് രണ്ട് ബാർ മാഗ്നറ്റുകളുടെ നോർത്ത് പോൾസ് ഞാൻ അടുത്തടുത്ത് കൊണ്ടുവരികയാണ്.
ഫോർ എക്സാമ്പിൾ ഞാൻ ഇതാണ് 2 ബാർ മാഗ്നറ്റ്സ് എന്ന് വിചാരിക്കുക. 2 ബാർ മാഗ്നറ്റ്സ് ആണ്. ഇതിൽ ഈ ബ്ലാക്ക് കളർ പോർഷനാണ് നോർത്ത്. ജസ്റ്റ് കൺസിഡർ ചെയ്യുക, ഇതിൽ ബാർ മാഗ്നറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഈ ബ്ലാക്ക് കളർ പോർഷൻ നോർത്ത് ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ നോർത്ത് പോളിന്റെ ബാർ മാഗ്നറ്റ്സ് എടുത്ത ശേഷം ഈ നോർത്ത് പോൾ ഞാൻ അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഒരിക്കലും ഒന്നിച്ച് ചേരില്ല. എന്ത് സംഭവിക്കും? അവിടെ ഒരു റിപ്പൽഷൻ ഫോഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതായത് രണ്ടും തമ്മിൽ റിപ്പൽ ചെയ്ത് പോകും. ഇനി അടുത്ത് ചേർക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുമ്പോഴും എന്ത് സംഭവിക്കും? അവിടെ ഒരു റിപ്പൽഷൻ ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്ത് കൺക്ലൂഡ് ചെയ്യാം? ലൈക്ക് പോൾസ് ഓൾവേസ് റിപ്പൽ ഈച്ച് അതർ. ഒരു മാഗ്നറ്റ്സിന്റെ ഒരു പ്രോപ്പർട്ടി, ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണിത്. ലൈക്ക് പോൾസ് ഓൾവേസ് റിപ്പൽസ് ഈച്ച് അതർ. ലൈക്ക് പോൾ ഓൾവേസ് റിപ്പൽസ് ഈച്ച് അതർ. ഇനി അൺലൈക്ക് പോൾസ് ആണെങ്കിലോ, അതായത് ഞാൻ സൗത്ത് പോളും നോർത്ത് പോളും ആണ് എടുക്കുന്നത് എങ്കിൽ ഓക്കെ, എന്ത് സംഭവിക്കും? അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. മാഗ്നറ്റിന്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് അൺലൈക്ക് പോൾസ് ഓൾവേസ് അട്രാക്ട് ഈച്ച് അതർ. ടെക്സ്റ്റിലൊന്നും പറയുന്നില്ല, എന്നാലും ജസ്റ്റ് മാഗ്നറ്റ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പം ലൈക്ക് പോൾസ് ഓൾവേസ് റിപ്പൽസ് ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് പോൾസ് ഓൾവേസ് അട്രാക്ട് ഈച്ച് അതർ. അതാണ് മാഗ്നറ്റ്സിന്റെ 2 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിന്റെ പോൾസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് മാഗ്നറ്റിക് കോമ്പസ്. ലാബിലൊക്കെ നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു റൗണ്ട് കളർ ബോക്സ് പോലെയാണ് ഇരിക്കുന്നത് കോമ്പസ്. ചെറിയ കോമ്പസും ഉണ്ട്. എക്സ്പെരിമെന്റ്സിൽ സാധാരണ നമ്മൾ ഇതിനകത്ത് എന്ത് കാണും? ഒരു നീഡിൽ കാണും. നീഡിലാണ് ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഈ നീഡിലിന്റെ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും എന്ത് നമ്മൾ പോൾസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഡയറക്ഷൻ ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ആരോയുടെ മൂവ്മെന്റ് വെച്ചിട്ടായിരിക്കും. അടുത്ത ഒരു കാര്യം പറയാനുള്ളത്, ഏതൊരു മെറ്റീരിയൽ ആയാലും ആ മാഗ്നറ്റിക് മെറ്റീരിയലിന് ചുറ്റും അതിൻ്റെ ഒരു ഫോഴ്സ് ഫീൽഡ് കാണും, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സിന്റെ എഫക്റ്റ് അതിന് ചുറ്റും കാണും. അപ്പോൾ ആ ഫീൽഡിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഏതൊരു മാഗ്നറ്റിക് വസ്തുവിന് ചുറ്റും ആ മാഗ്നറ്റിക് ഫോഴ്സ് ഇഫക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഒരു സ്പേസ് കാണും. അപ്പൊ ആ സ്പേസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ബാർ മാഗ്നറ്റ് എടുക്കുവാണെങ്കിൽ നമ്മൾ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന ഇമാജിനറി ലൈൻസ് യൂസ് ചെയ്താണ് നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾ ടെക്സ്റ്റിൽ കാണാം, ഫസ്റ്റ് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. നമ്മൾ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് മാഗ്നറ്റിന് ചുറ്റും കുറച്ച് അയൺ ഫില്ലിങ്സ് ഇടുവാണെങ്കിൽ നമുക്ക് ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇഫക്റ്റ്, അല്ലെങ്കിൽ ആ ഫോഴ്സിന്റെ ഇഫക്റ്റ് അറിയുന്ന, അല്ലെങ്കിൽ ഇഫക്റ്റ് ചെലുത്തുന്ന കുറച്ച് സ്പേസിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അടുത്ത് എന്താണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ സർക്യൂട്ട് എടുത്തിട്ടുണ്ട്. സർക്യൂട്ടിൽ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രിക് കറണ്ട് ഈ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, താഴെ ഞാനൊരു കോമ്പസ് വെച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇഫക്റ്റ് ഒക്കെ അറിയാനായിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു കോമ്പസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സ്വിച്ച് ക്ലോസ് ചെയ്യുവാണ്. ഓക്കെ, സ്വിച്ച് ക്ലോസ് ചെയ്തു. അപ്പൊ സർക്യൂട്ട് ക്ലോസ് ആയി. അപ്പൊ എന്ത് സംഭവിക്കും? കറണ്ട് എവിടെ നിന്ന് ഫ്ലോ ചെയ്യും? പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ എന്ത് സംഭവിക്കും? കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് സ്റ്റാർട്ട് ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഈ കോമ്പസ് നീഡിലിൽ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. ഓക്കെ, ഈ കോമ്പസ് നീഡിൽ എന്ത് സംഭവിക്കും? അതിനൊരു ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഒരു ചേഞ്ച് കോമ്പസ് നീഡിലിൽ സംഭവിക്കും. അതിനർത്ഥം എന്താണ്? എപ്പോഴാണോ ഈ ഇലക്ട്രിക് കറണ്ട് ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്തത്, അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്തുകൊണ്ടാണല്ലോ കോമ്പസ് നീഡിൽ ഫ്ലക്ച്വേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാന്ന് ചോദിച്ചാല്
on any current carrying conductor, there will be a magnetic field. Around every current carrying conductor, there will be a magnetic field. അല്ലെങ്കിൽ ഏതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? കറണ്ട് ഈ സർക്യൂട്ടിലൂടെ പോയപ്പോൾ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തു എ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്താണ്? അറൗണ്ട് എവറി കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അറൗണ്ട് എവറി കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ there will be a magnetic field. Okay, ഈ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ആദ്യമായിട്ട് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ഹാൻസ് ഈസ്റ്റഡ് എന്ന് പറയുന്ന ഈസ്റ്റഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഒരു ആക്സിഡന്റൽ ഡിസ്കവറി എന്ന് നമുക്ക് പറയാം. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇതുപോലെ ഒരു സർക്യൂട്ട് വെച്ച് എന്തോ കണ്ടുപിടുത്തം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഈ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ താഴെയായിട്ട് അറിയാതൊരു കോമ്പസ് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഇതുപോലെ എന്താ നോട്ടീസ് ചെയ്തു. എന്ത് സംഭവിച്ചു? ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കോമ്പസിനിൽ ഡിഫ്ലക്ഷൻ കാണിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ എന്താണ് മഹത്തായ ഈ എഫക്റ്റിനെ പറ്റി ഈ സയന്റിസ്റ്റ് കണ്ടുപിടിക്കാനിടയായത്. ഓക്കെ, ഹാൻസ് ഈസ്റ്റഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ പറഞ്ഞു എന്താണ് ഏതൊരു ഇലക്ട്രിക് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി ഈ കറണ്ട് പോവാണെന്ന് നമ്മൾ പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഒരു റൂള് കൊണ്ടുവന്നു. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു റൂള് കൊണ്ടുവന്നു. ആ റൂളിനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ ഈ കൈ നമ്മൾ ഇങ്ങനെ വെക്കുവാണ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് എടുക്കുക, തംസ് അപ്പ് ആക്കി വെക്കുക. ഓക്കെ, തംസ് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഓക്കെ, ഈ എന്താണ് തമ്പ് ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഈ തമ്പാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഫിംഗേഴ്സ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത്. If the thumb represents the direction of electric current, then the fingers represent the direction of magnetic field. For example, ഞാൻ പറയാം. നേരത്തെ വെച്ച ഒരു സർക്യൂട്ട് ഇവിടെ ഞാൻ വരയ്ക്കുകയാണ്. ഒരു സർക്യൂട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സർക്യൂട്ടിൽ കറണ്ട് ഏത് ഡയറക്ഷനിൽ പോകുന്നു? പോസിറ്റീവ് ടു നെഗറ്റീവ് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, കറണ്ടിന്റെ ഡയറക്ഷൻ അപ്പം ഞാൻ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ തംസ് റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. അപ്വേർഡ് ആണല്ലോ കറണ്ട് ഡയറക്ഷൻ. അങ്ങനെയെങ്കിൽ ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. അതിനർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. അല്ലെങ്കിൽ എന്താണ് ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ എന്തിനു ചുറ്റും? ആ വയറിന് ചുറ്റുമായിരിക്കും. ചുറ്റും ഈ ഫിംഗേഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കും എന്ത് വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പൊ ഈ തമ്പ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ്, ദെൻ ദ ഫിംഗേഴ്സ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഈ റൂളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇതുപോലെ വേറെ ഒരുപാട് റൂൾ ഉണ്ട്. ഇത് കണ്ടുപിടിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഇത് തംസ് റെപ്രസെന്റ്. അപ്പൊ ഈ ഒരു ഡയഗ്രാം ഓർത്താൽ മതി. എന്താണ് ഈ മുകളിലോട്ടുള്ള ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ചുറ്റും ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ആ ഡയറക്ഷനിലായിരിക്കും എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഇൻട്രോ സെക്ഷൻ മാത്രമാണ് ഫസ്റ്റ് ചാപ്റ്ററിലത്. കുറച്ച് പോർഷൻസ് പറഞ്ഞോളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.